ഹരേ രാമ ഹരേ കൃഷ്ണ. ഭാഗവത മാഹാത്മ്യം അധ്യായം 5. ദുന്ദുകാരിക്ക് മോക്ഷം ലഭിക്കുന്നു. ദുന്ദുകാരി ഇപ്രകാരം സ്തുതിക്കുമ്പോൾ ഹരിദാസന്മാർ വിമാനം കൊണ്ടുവന്ന് അവനെ കയറ്റി വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. അത് കണ്ട് ആശ്ചര്യഭരിതനായ ഗോകർണൻ ചോദിച്ചു, ഇവിടെ സജ്ജനങ്ങളായ എത്രയോ ശ്രോതാക്കൾ ഉണ്ടായിരുന്നല്ലോ, അവരെ നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല? പാർഷദന്മാർ പറഞ്ഞു, ശ്രാവണത്തിൽ പൂർണ്ണഫലം സിദ്ധിക്കണമെങ്കിൽ ഗുരുശ്വാസം, ദൈനന്യഭാവം, ക്രോധാദികളുടെ ജയം, ശ്രവണത്തിൽ നിശ്ചയബുദ്ധി, ശ്രവണാന്തരം മനനവും എന്നിവയും വേണം. ദുന്ദുകാരിക്ക് ഇവയൊക്കെ പൂർണ്ണമായും ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് അത്ര തന്നെ ഇല്ലായിരുന്നു. ഇവയെല്ലാം തുടർച്ചയായ കഥാശ്രവണത്തിലൂടെ വന്നുകൊള്ളും. ശ്രവണഫലം ഒരിക്കലും ഇല്ലാതെ പോകില്ല. കേട്ടവർക്ക് ഭക്തിയും ശ്രദ്ധയും വിരക്തിയും ഉത്തരോത്തരം വന്നു ഭവിക്കും. ഈ സദസ്യർ ഇനിയും കേട്ടാൽ തീർച്ചയായും വൈകുണ്ഠത്തെ പ്രാപിക്കും. ഭക്തോത്തമനായ അങ്ങയ്ക്ക് ഭഗവാൻ തൻ്റെ ഗോലോകം തന്നെ തരാൻ പോവുകയാണ്. ഇപ്രകാരം പറഞ്ഞിട്ട് പാർഷദന്മാർ ദുന്ദുകാരിയോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോയി. ഗോകർണൻ വീണ്ടും സപ്താഹയജ്ഞം നടത്തി. എല്ലാവരും വിധിപ്രകാരം തന്നെ കേട്ടു. കഥാവസാനത്തിൽ ശ്രീഹരി സാക്ഷാത്തനായി എഴുന്നള്ളി ഗോകർണനെ വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്തു. തൻ്റെ സദൃശനാക്കി ശ്രോതാക്കളെല്ലാം വൈഷ്ണവ രൂപികളാക്കി വൈകുണ്ഠലോകം പ്രാപിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.